നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു PSCക്ക് ചോദിച്ചും അടുക്കാത്ത ചോദ്യങ്ങളിൽ നിന്ന്. ആ സീരീസിലെ അടുത്ത വീഡിയോ ആണിത്. നമ്മൾ അവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിക്കുന്ന മേഖലകൾ പരിചയപ്പെട്ടായിരുന്നു. അതുപോലെ PSC എത്ര ചോദിച്ചിട്ടും അടുക്കാതെ വീണ്ടും വീണ്ടും ചോദ്യം ചോദിക്കുന്ന ജോഗ്രഫിയിലെ കുറച്ച് മേഖലകളാണ് നോക്കുന്നത്. അധികം കഥ പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. പെട്ടെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഉത്തരാഖണ്ഡ് ടിബറ്റ് ബന്ധത്തിലുള്ള ചുരം ഏതാന്ന് ചോദിച്ചാൽ എല്ലാവരും ഉത്തരം പറയും. ഉത്തരം ലിപ്പിലാണ്. അപ്പോൾ ലിപുലേഖ് ചുരം ശരിയായിട്ടുള്ള ഉത്തരമാണ്, ലിപുലേഖ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിക്കോളൂ: നാഥുല, ഷിപ്കില, സോജില. ഓക്കെ, അതവിടെ നിന്നോട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണ്. ഉത്തരാഖണ്ഡ്, ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ലിപുലേഖ് ആണെന്ന് ഇപ്പോൾ ഉത്തരം കണ്ടു. ഓപ്ഷൻ ഡിയിലേക്ക് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു എക്സാമിന് ചോദിച്ചതാ. ഇപ്പോഴും ഓപ്ഷനിൽ കാണുന്ന ആൾക്കാർ നാഥുല, സോജില, ഷിപ്കില ഈ പറയുന്ന ആൾക്കാരൊക്കെയാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹിമാചൽ പ്രദേശ്, ടിബറ്റ് ഈ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശില് അത് ലിപുലേഖ് അല്ലല്ലോ, ലിപുലേഖ് ഇവിടെ ഓപ്ഷനിലും ഇല്ല. പിന്നെയുള്ള ഓപ്ഷനിലെ ശരി ഉത്തരം ഷിപ്കില പാസ് ആണ്. ഷിപ്കില ഹിമാചൽ പ്രദേശ് എന്നുള്ള കണക്ഷൻ ആണ്. ഇവിടെ നമുക്ക് നോക്കാം. സോജില ഓപ്ഷനിൽ പഴയ ആളുണ്ട്, നാഥുലയുണ്ട്, പുതിയ ആളായിട്ട് ചാങ്ല മാത്രമേ ഉള്ളൂ. ചാങ്ല ചുരം പുതുതായിട്ട് വന്നു, വല്ലപ്പോഴും എങ്ങാനും ചോദിച്ചാലുള്ളൂ. അങ്ങനെ ഒരു ചുരമാണ് ചാങ്ല. ചാങ്ല നമ്മുടെ ലഡാക്ക് പ്രദേശത്ത്, ലഡാക്ക് വാലിയിൽ നിന്ന് അല്ലെ ലേ പ്രദേശത്ത് നിന്ന് പാങ്ങോങ്സോ ലേക്കിലേക്ക് നമ്മൾ പോകില്ലേ, ചൈനയായിട്ട് അതിർത്തി പങ്കിടുന്ന പാങ്ങോങ്സോ ലേക്കിലേക്ക്, ഷോക്ക് വാലിയിലേക്ക് പോകുമ്പോൾ ആ വഴിക്കുള്ള ചുരമാണ്. അത്ര പ്രാധാന്യം ഇല്ലാത്തതാണ്, എന്നാലും അവിടെ നിന്നോട്ടെ. പക്ഷെ ഈ മൂന്ന് ചോദ്യങ്ങളിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന 4 ഓപ്ഷൻസാ. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന 4 ഓപ്ഷൻസ്. അതിലൊന്ന് നോക്കിക്കേ, സോജില എന്ന് പറഞ്ഞ വാക്കാണ്. സോജില ചുരം നോക്കി. സോജില ശരിക്കും ശ്രീനഗറിനെയും, ഈ ഭാഗത്ത് ശ്രീനഗർ ഉണ്ട്, ഇവിടെ നമുക്ക് കാർഗിൽ പറയാം. ശ്രീനഗർ കാർഗിൽ കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ശരിക്കും, അല്ലെങ്കിൽ ചുരമാണ് സോജില എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കി, ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള കണക്ഷനാ. ഈ മേഖല മൊത്തം, അതായത് ഇവിടെ ഞാൻ ഈ വരച്ചാൽ ഈ ഭാഗം നേപ്പാളാണ്, നമുക്ക് അറിയാവുന്നതാണ്. ഇന്ത്യയുടെ ഭൂപടത്തെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്, ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കണം. നേപ്പാളിന് അപ്പുറമുള്ള ഈ പ്രദേശം ടിബറ്റ് ആണ്. ടിബറ്റ് എന്ന് പറഞ്ഞാൽ ചൈനയുടെ അധീനതയിൽ ഇപ്പോഴുള്ള പ്രദേശമാണ്. അപ്പൊ ഈ ടിബറ്റുമായി ബന്ധമുള്ള 3 ചുരങ്ങൾ ഇവിടെയുണ്ട്. അതിൽ ഒന്ന് നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സുഹൃത്തുക്കളെ നോക്കൂ, ഹിമാചൽ പ്രദേശ് ടിബറ്റ് ബന്ധമാണെങ്കിൽ നമുക്ക് ഷിപ്കില എന്ന് പറയണം. സോ ഷിപ്കില ഇവിടുത്തെ ചുരം. അടുത്ത ഉത്തരാഖണ്ഡ് ആണ് ഈ കാണുന്ന സംസ്ഥാനം. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് നിന്നുള്ള കണക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ഉത്തരം പറയണം. ഉത്തരം ലിപ്പില എന്ന് പറഞ്ഞ പോലെ ലിപുലേഖ് ചുരം. വീണ്ടും പോരുന്നു, സിക്കിമിന്റെ ഭാഗത്തുള്ള ചുരം നാഥുല പാസ് നമുക്ക് പറയാം. നാഥുല സിൽക്ക് റൂട്ടൊക്കെ ആയിട്ട് ചൈനയുമായിട്ടുള്ള പണ്ടത്തെ പട്ടുപാതയൊക്കെ ആയിട്ട് ബന്ധമുള്ള ചുരമാണ് നാഥുല. ഈ 4 ആൾക്കാരെയും കണ്ടോളൂ. ഇവരെ കുറിച്ച് ഇത്രയും അധികം ചോദ്യം വരാനുള്ള കാരണം SCERTയിൽ എടുത്ത് പരാമർശിച്ചിരിക്കുന്ന 4 ചുരങ്ങളാണിവർ. ഇവർക്ക് പൂർണ്ണമായും നിങ്ങൾ ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കുക. അതിനുശേഷമേ ബാക്കിയുള്ളവ പഠിക്കാൻ പോകാവൂ. ബാക്കിയുള്ള റോത്തങ് ചുരമോ അല്ലെങ്കിൽ ബോംഡില പാസോ അല്ലെങ്കിൽ ബോലാൻ പാസോ ഖൈബർ പാസോ ഏത് പാസ് നിങ്ങൾ പഠിക്കാൻ പോയാലും ഇത് കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. കാര്യം ഇവരെയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുക. ഇവിടെ നോക്കിയേ, ലിപുലേഖ് ഉത്തരാഖണ്ഡ് ടിബറ്റ് കണക്ഷൻ പറഞ്ഞിരിക്കുന്നു, ഷിപ്കില ഹിമാചൽ പ്രദേശ് കണക്ഷൻ, സോജില ശ്രീനഗർ കാർഗിൽ കണക്ഷൻ, നാഥുല സിക്കിം ടിബറ്റ് കണക്ഷൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എന്താണ് പാസ് എന്നും പറഞ്ഞിട്ടുണ്ട്. പർവ്വതങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു വഴി അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ്, അതിനെ വിളിക്കുന്ന പേരാണ് ശരിക്കും ചുരങ്ങൾ എന്ന്. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, എന്ന് വെച്ചാൽ ഈ പർവ്വതത്തിന്റെ അങ്ങ് താഴെ വരെയുള്ള വലിയ കിടങ്ങാണ് ചുരം, അങ്ങനെയല്ല. ഇതിന്റെ ഉയരത്തിൽ തന്നെ ഈ പർവ്വതത്തെ ഈസി ആയിട്ട് ക്രോസ് ചെയ്ത് അപ്പുറത്തെ വാലിയിലേക്ക് കടക്കാൻ പറ്റുന്ന പ്രദേശങ്ങൾ എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ ചുരങ്ങളിൽ നിന്ന് ചോദ്യം വരുന്നത് ഏത് മേഖലയാണെന്ന് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കി. ഇനി വീണ്ടും നമ്മൾ നോക്കാൻ പോവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, ഈസ്റ്റിങ്സ് ആണ് ചോദിച്ചേക്കുന്നത്. ഈസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റിലേക്ക് വാല്യൂ കൂടി വരുന്ന, ഈസ്റ്റിലേക്ക് പോകും തോറും 1, 2, 3, 4, 5 ഇങ്ങനെ വാല്യൂ കൂടി വരുന്ന ആൾക്കാരാ. ഇവരെ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുണ്ട്, ശരിയല്ലേ? വടക്ക്, നോർത്ത് ടു സൗത്ത്, വടക്ക് തെക്ക് ദിശയിലാണ് വരച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് ശരിയാ. അപ്പൊ ഒന്ന് ശരിയാവുന്ന ഓപ്ഷൻസ് ബിയും ഡിയും ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയാവണം. രണ്ടാമത്തെ നോക്കാം, കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ളത്. അത് തെറ്റല്ലേ? നമ്മൾ പറഞ്ഞു വടക്ക് തെക്കാണ്, അപ്പൊ കിഴക്ക് പടിഞ്ഞാറ് ദിശ എന്തായാലും വരികയില്ല, തെറ്റ്. ധരാതലീയ ഭൂപടത്തിൽ കാണപ്പെടുന്നു. നമ്മൾ 10ാം ക്ലാസ്സിലെ ഇത് പഠിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്
ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിലൂടെയാണ്. ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ, അതിൽ മൊത്തം പറയുന്നത് ധരാതലീയ ഭൂപടങ്ങളെ കുറിച്ചാണ്. സോ ഈ ഭാഗം നമ്മൾ ശരിവെക്കുന്നു. കാര്യം ധരാതലീയ ഭൂപടങ്ങളിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഉറപ്പാണ് നമുക്ക്. ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം, മൂല്യം രേഖപ്പെടുത്താറില്ല. മൂല്യം രേഖപ്പെടുത്താറില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ 1, 2, 3, 4, 5 എന്ന് ഞാൻ തൽക്കാലം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. 1, 2, 3, 4, 5 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് മൂല്യം തന്നെയല്ലേ? സോ ഇതിന്റെ മേളിൽ മൂല്യമുണ്ട്. ഇത് വെച്ച് നമ്മൾ ഗ്രിഡ് റെഫറൻസ് അങ്ങനെ സ്ഥാനനിർണയം നടത്താറുള്ളതുമാണ്. അപ്പൊ മൂല്യം രേഖപ്പെടുത്താറില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. 1ഉം 3ഉം ശരി. നമ്മൾ ബി ഓപ്ഷനിലേക്ക് പോകുന്നു, കറപ്പിക്കുന്നു. സെറ്റല്ലേ? അപ്പൊ ഒരു ചോദ്യം ചെയ്ത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകൾ? അപ്പർ ചോദിച്ച ഈസ്റ്റിങ്സ് ആണ്, നോർത്തിങ്സ് ആ. ഈസ്റ്റിങ്സ് നമ്മൾ പറഞ്ഞു വടക്ക് തെക്കാണ്. അപ്പൊ നോർത്തിങ്സ് എങ്ങനെയാ? കിഴക്ക് പടിഞ്ഞാറ്. ഓപ്ഷൻ എ ശരിയായിട്ടുള്ള ഉത്തരം. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ദേ ഇങ്ങനെ വരയ്ക്കുന്ന 1, 2, 3, 4 നോർത്തിലേക്ക് മൂല്യം കൂടുന്ന ആൾക്കാർ, നോർത്തിലേക്ക് മൂല്യം കൂടി വരുന്ന ആൾക്കാരെയാണ് നമ്മൾ നോർത്തിങ്സ് എന്ന് വിശേഷിപ്പിക്കുക. സോ ദിസ് ഇസ് നോർത്തിങ്സ്. കാര്യം മനസ്സിലായോ? ഓക്കെ, സെറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെടുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത്. ഇപ്പൊ എക്സ്ട്രാ ഒരു പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്, ചുവന്ന രേഖകളാണിത്. അത് നമുക്ക് വേണ്ടതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുക. വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ആൾ ആരാന്ന് ചോദിച്ചാൽ ഒന്നും നോക്കണ്ട, അത് ഈസ്റ്റിങ്സാ. PSC ചില ഫൈനൽ ആൻസർ കീയില് ഇത് തെറ്റിച്ചു വരെ തന്നിട്ടുണ്ട്. ഇതെല്ലാം നോർത്തിങ്സ് ആണെന്ന് വരെ തന്നിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനത്തെ കോമാളിത്തരമൊക്കെ PSC കാണിക്കാറുള്ളതാണ്. ഇതിനെക്കുറിച്ചൊക്കെ മഞ്ജു സാർ ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഞാൻ കൂടുതൽ പറയാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ 3 ചോദ്യങ്ങൾ കണ്ടു. LDCയിലെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ടായി. 3 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം എടുത്ത് ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളൂ. അനവധി ചോദ്യങ്ങൾ വരുന്ന മേഖലയാണ്. അപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഒന്ന് ഫൈനലൈസ് ചെയ്ത് പറയാണ്. ഇവിടെ തന്നിരിക്കുന്ന ഈ ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്ന വരകൾ നിങ്ങൾ കണ്ടോ? ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്ന 72, 73 കാണാൻ പറ്റും. 72, 73, 74, 75, 76 കിഴക്കോട്ട് പോകുമ്പോൾ മൂല്യം കൂടുന്ന ഈ ആൾക്കാരാണ് ശരിക്കും ഈസ്റ്റിങ്സ്. നോർത്തിലേക്ക് പോകുമ്പോൾ മൂല്യം കൂടുന്ന ഇവിടെ നീല കളറിൽ കാണിച്ചിരിക്കുന്ന ആൾക്കാരാണ് നോർത്തിങ്സ് എന്ന് പറയുന്നത്. ദിശ ഒരിക്കലും മാറിപ്പോകരുത്. ഇവർക്ക് മൂല്യവും കൊടുത്തിട്ടുണ്ട്. മൂല്യമുള്ള ആൾക്കാരാണ് ഇവർ. അപ്പോ ഈ നീല കണ്ട് നോർത്തിങ്സിനെ നീല കളറിൽ ധരാതലീയ ഭൂപടത്തിൽ വരയ്ക്കുന്നു അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. വേർതിരിച്ചറിയാൻ വേണ്ടി ആഡ് ചെയ്തേക്കുന്നതാണ് ഇങ്ങനെ. ഇവിടെ നോക്കിയേ, 2 പേരെയും ചുവന്ന നിറത്തിൽ തന്നെയാണ് സൂചിപ്പിക്കുക. 75, 76, 77 ഇതെല്ലാം ഇവിടുത്തെ നോർത്തിങ്സ് ആണ്. 14, 15, 16 ഇതെല്ലാം ഇവിടുത്തെ ഈസ്റ്റിങ്സ് ആണ്. ഇവരെ കുറിച്ചുള്ള ചോദ്യം ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. തെറ്റിക്കരുത്. കണ്ട് വ്യക്തമാക്കി പഠിച്ചു വെക്കുക. ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ നോക്കുകയാണ്. ഓക്കെ, ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രമാണ് ഡാഷ്. ജിയോ തെർമൽ എനർജിയെ കുറിച്ച്, അതായത് ഭൂമിക്കടിയിൽ നിന്നും ചൂട് നീരറവയൊക്കെ പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ, അല്ലെ ഭൂമിക്കടിയിൽ നിന്ന് ചൂടുവെള്ളം പുറത്തേക്ക് വരുന്നു, ആ ചൂടുവെള്ളവും നീരാവിയും ഒക്കെ ഉപയോഗിച്ചിട്ട് എനർജി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാ. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാ? പുക താഴ്വര, പുക വാലി NCERT-യിലൊക്കെ പരാമർശിച്ചിട്ടുള്ളതാണ്. ഞാൻ കാണിച്ചു തരാം. പുക താഴ്വര എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് വരും. അപ്പൊ പുക താഴ്വര പരിചയമില്ലാത്ത ആൾക്കാരാണേലും പ്രശ്നമില്ല. മെജോറിറ്റി ഓപ്ഷനിലും പുക താഴ്വര തന്നിട്ടുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ. രണ്ടാമത്തെ മണിക്കരൺ, ഇത് SCERT-യിലും പരാമർശമുള്ളതാണ്. ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. മണിക്കരൺ ഒരു ഭൗമ താപോർജ നിലയം അല്ലെങ്കിൽ ഒരു ഭൗമ താപോർജ കേന്ദ്രമാണ് നമുക്ക് പറയാം. ഇത് ഹിമാചൽ പ്രദേശിലുള്ളതാണ്, ഓർത്തിരിക്കുക. പുക താഴ്വര ലഡാക്ക് ഭാഗത്തുള്ളതാണ്, ഓർത്തിരിക്കുക. ഇവർ 2 പേരും ശരിയാണ്. ദിഗ്ബോയ് ചോദിച്ചോളൂ. ഇത് ആദ്യമായിട്ട് എണ്ണ ഖനനം ചെയ്ത അസ്സാമിലെ നമ്മുടെ ഒരു ഓയിൽ ഫീൽഡാണ്, എണ്ണപ്പാടമാണ്. അങ്കലേശ്വരം ഒരു എണ്ണപ്പാടമാണ്. ഗുജറാത്ത് ഭാഗത്തുള്ള ഒരു എണ്ണപ്പാടമാണ് അങ്കലേശ്വർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് 2ഉം ഈ കൂടെ നമുക്ക് പെടുത്താൻ പറ്റില്ല. 1ഉം 2ഉം ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, വീണ്ടും അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. മുമ്പിലെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഹിമാചൽ പ്രദേശിലെ മണികരൺ ഓപ്ഷനിലുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെയും ദിഗ്ബോയ് വന്നിട്ടുണ്ട്. ഒരു ആണവ നിലയമായിട്ടുള്ള താരാപൂർ ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വിട്ടുപിടിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. ഡിഗ്രി പ്രിലിംസിന്റെ ഈ പ്രാവശ്യത്തെ ഡിഗ്രി പ്രിലിംസിന്റെ ഒന്നാമത്തെ സെറ്റിലെ ആദ്യത്തെ സെഷനിലെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ ഭൂതാപനിലയല്ല. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് വേർഷനിൽ നമുക്ക് മനസ്സിലാവും. ഭൂതാപനിലയമല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. അല്ലാത്തത് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ തത്താപ്പാനി നമുക്ക് വലിയ പരിചയമില്ലാത്തതാണ്. പുകയുണ്ട്, അതെന്തായാലും ഉറപ്പിക്കാം.
നറോറ വരികയില്ല, അത് നമുക്ക് ഉറപ്പിക്കാം. നറോറ എന്തായിട്ടും വരികയില്ല. ഓക്കെ, നറോറ ആണവ നിലയമാണ്, ഉത്തർപ്രദേശിലെ ആണവ നിലയമാണ്, കേട്ട് പരിചയമുള്ളതാണ്. തത്താപാനി പിള്ളേരെ വരും. തത്താപാനി എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് ഭാഗത്തുള്ള ഒരു ആണവ നിലയമാണ്. ഇതേ പേരിൽ, അതായത് ഈ തത്താപാനി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സംതിങ് ചൂടുവെള്ളോ അതുമായിട്ട് ബന്ധമുള്ള ഒരു അങ്ങനെ ഒരു വാക്കെന്ന് മാത്രമേ ഉള്ളൂ. തത്താപാനി ശരിക്കും ഹിമാചൽ പ്രദേശിൽ നമ്മുടെ ഷിംലയുടെ അടുത്ത് ഒരു ചൂട് നീരുറവ അവിടെ വരുന്ന ഹിമാചൽ പ്രദേശിലും ഒരു പ്രദേശമുണ്ട്. പക്ഷെ അവിടെ ഒരു ഭൗമ താപോർജ്ജ റിസർവോ അല്ലെങ്കിൽ അതിന്റെ ഉൽപാദനത്തിനുള്ള പരിപാടി, എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടിയിലേക്കൊന്നും അങ്ങനെ എത്തിയിട്ടില്ല. പക്ഷെ ഛത്തീസ്ഗഡിലുള്ള തത്താപാനിയിലുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ തത്താപാനി എന്തായാലും വരും, എവിടെയുള്ള തത്താപാനി ആയിക്കോട്ടെ അത് എന്തായാലും വരും. പിന്നെ പുകാവാലിയും വരും. അപ്പൊ 1, 3 വരും. ഇവിടെ ചോദിച്ചേക്കുന്ന ശരിക്കും ഏതാ, അല്ലാത്തത് ഏതാണ്? 2ഉം 4ഉം സെലക്ട് ചെയ്യണം. ഓപ്ഷൻ 2ഉം 4ഉം സ്റ്റേറ്റ്മെന്റ് ഉള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല, നമുക്ക് ഉത്തരമില്ല. PSC ശരിക്കും ഇവിടെ ഉദ്ദേശിച്ചത് എന്തായിരുന്നു, ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഭൂതാപ നിലയം? അങ്ങനെ ചോദിച്ചാൽ ബി ഓപ്ഷൻ നമുക്ക് ഉത്തരം പറയാം. 1ഉം 3ഉം ശരിയെന്ന് പറയാം. 1ഉം 3ഉം ഇവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്. ആ PSC 1ഉം 3ഉം പ്രൊവിഷനിലും ഫൈനലിലും എല്ലാം ഈ ബി ഓപ്ഷൻ കൊടുത്തു. ഭൂതാപ നിലയം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചിട്ട് ഭൂതാപ നിലയത്തിന്റെ പേരുകളുള്ള ഓപ്ഷൻ ശരിയുത്തരം കൊടുക്കുന്നത് എവിടുത്തെ എന്ത് തെമ്മാടിത്തരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞു പോകുന്നില്ല. ചിലപ്പോൾ PSC അങ്ങനെ ചെയ്യാറുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് 100ൽ 100 മാർക്ക് മേടിക്കാൻ നമ്മുടെ PSC എക്സാമിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇങ്ങനെ കുറെ വള്ളികൾ വരും. അപ്പോ ഇവിടെ ഒരു മേഖലയിൽ നിന്ന് തന്നെ, ഇന്ത്യയിലെ ഭൗമ താപോർജ്ജ നിലയങ്ങൾ എന്ന മേഖലയിൽ നിന്ന് തന്നെ 3 ചോദ്യം സിമ്പിളായിട്ട് ഞാൻ എടുത്ത് കാണിച്ചു. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ചോദിക്കുന്ന മിക്കവാറും NCERT ഭാഗത്തു നിന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, പാർവതി വാലി ഹിമാചൽ പ്രദേശിലെ നമ്മുടെ കുളു വാലിയുടെ അപ്പുറമുള്ള വാലിയാണ്. അപ്പൊ പാർവതി വാലിയിലെ മണിക്കരൺ അതൊന്ന്, ഹിമാചൽ പ്രദേശിലുള്ളത്. അപ്പൊ ഇത്ര ഓർത്തിരിക്കുക. അടുത്തത് നോക്കിക്കേ, പുകാവാലി ലഡാക്ക്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചോളാം. ചിലപ്പോൾ ഇനി മണിക്കരൺ എന്ന് തരികയില്ല, ചിലപ്പോൾ പാർവതി വാലി എന്ന് മാത്രം പറഞ്ഞാലും നിങ്ങളൊന്ന് ഓർത്തോണം, അതും കണക്ട് ചെയ്ത് വെച്ചോണം. ഇത് NCERT എന്നുള്ള ഭാഗമാണ്, NCERT എടുത്തേക്കുന്നത്, അതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്ത് തന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മേഖലകൾ മനസ്സിലായല്ലോ. ഈസ്റ്റ് തിങ്സിന്റെ ഭാഗം, നോർത്ത് തിങ്സ് ഇഷ്ടം പോലെ ചോദിച്ചിരിക്കുന്നു. ഈ പറഞ്ഞ ഭൗമ താപോർജ്ജ നിലയങ്ങൾ ഇഷ്ടം പോലെ ചോദിച്ചിരിക്കുന്നു. ചുരങ്ങൾ ചോദിക്കുന്നു, സ്ഥിരം ചോദിക്കുന്ന ചുരങ്ങളും പറഞ്ഞു. ഇങ്ങനെ കുറച്ച് മേഖലകളൊക്കെ മനസ്സിലാക്കി ഒരിക്കലും ഒഴിവാക്കാതെ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല സ്കോറിൽ എത്താൻ പറ്റും. ഈ സെഷൻ പ്രയോജനപ്രദമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.